നമസ്കാരം. അധികം പേരൊന്നും കേൾക്കാത്ത ഒരു തെക്കൻ പാട്ടിലെ സവിശേഷമായ ഒരു പാട്ടാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. പുരുഷാദേവി അമ്മ പാട്ട്. നമുക്കറിയാം വടക്കൻ പാട്ടുകളിലെ ഇപ്പൊ തച്ചോളി ഉദയനന്റെ പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയുടെ കഥ ആയിക്കോട്ടെ, കേരളമെമ്പാടും എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. എന്നാൽ തെക്കൻ പാട്ടുകളിലുള്ള കന്നഡിയാൻ പോര്, രവിക്കുട്ടിപ്പിള്ള പോര്, ഇതൊന്നും മലയാളികൾ അത്രത്തോളം സ്വീകരിച്ചിട്ടില്ല. അതിന് ഒരുപക്ഷെ ചരിത്രപരമായ, സാംസ്കാരികമായ പല കാരണങ്ങളുണ്ടാവാം. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ പറയുന്ന പാട്ട്, പുരുഷാദേവി അമ്മ പാട്ട് എന്ന് പറയുന്നത്, ഒരുപക്ഷെ തെക്കൻ പാട്ടിലോ വടക്കൻ പാട്ടിലോ ലോകത്ത് തന്നെ അപൂർവമായ ഒരു വനിതാ ഭരണാധികാരിയുടെ, വനിതാ രാജ്ഞിയുടെ പോരാട്ടവും രക്തസാക്ഷിത്വവും യുദ്ധവും ഒക്കെ അടങ്ങുന്ന ഒരു ഗംഭീരമായ ഒരു അനുഭവമാണ്. നമ്മുടെ പുതിയ കാലത്ത് ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ വനിതാ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുന്ന, വാദിക്കുന്ന, പോരാടുന്ന ഈ കാലത്ത് പുരുഷാദേവിയമ്മ പാട്ട് ഒരുപക്ഷെ 400 500 700 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നിന്നിരുന്ന ഒരു നാടിൻ്റെ, ആ നാട് ഭരിച്ചിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ നടത്തിയ, ഒരു പുരുഷ രാജാവിനെതിരെ നടത്തിയ യുദ്ധവും മരണവും രക്തസാക്ഷിത്വവും ഒക്കെയാണ് അതിലെ കഥ. വളരെ സവിശേഷമാണ് അതിൻ്റെ ബാക്കി ഓരോ ഘടകങ്ങളും. പെണ്ണരശു നാട് എന്നൊരു നാടുണ്ടായിരുന്നു. പെണ്ണരശു നാടെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, സ്ത്രീ ഭരിക്കുന്ന നാട്. ആ നാട് തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും നെടുമങ്ങാടിനും നാഗർകോവിലിനും ഇടയ്ക്കുള്ള പ്രദേശത്ത് എവിടെയോ ആണ് ആ ഒരു നാടെന്നാണ് പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. പെണ്ണരശു നാട്, അവിടുത്തെ രാജ്ഞി, ആ രാജ്ഞിക്ക് ഒരു മകൾ, ഒരുപാട് പ്രാർത്ഥനകളുടെയും യാഗങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരു മകൾ ജനിക്കുന്നു. അവൾക്ക് പുരുഷാദേവി അമ്മ എന്ന് ഈ രാജ്ഞി പേരിടുന്നു. ആ നാട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പുരുഷന്മാരില്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പുരുഷാദേവി അമ്മ ജനിക്കുന്നു. അവൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആയുധാഭ്യാസങ്ങൾ കൊടുക്കുന്നു, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നു, രാജ്യഭരണത്തിൽ അവൾ വിദ്യ നേടുന്നു. അതുപോലെ അവൾ അശ്വാഭ്യാസത്തിലും വേദങ്ങളും ഒക്കെ പഠിക്കുന്നു. അങ്ങനെ ക്രമേണ അവൾ ആ നാട്ടിലെ രാജകുമാരിയായി, പിന്നീട് അമ്മയുടെ കാലശേഷം ഭരണാധികാരി ആവേണ്ട വളരെ മിടുക്കിയായ രാജ്ഞിയായി അവൾ മാറുന്നു. അവൾക്ക് അസംഖ്യം തോഴിമാരും അതുപോലെ ധാരാളം ധനവും ഒക്കെയുള്ള ആ കൊച്ചു നാട്, പെണ്ണരശു നാട്, അവരുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി 4 ചുറ്റും കോട്ട കെട്ടി തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഥയിൽ തന്നെ ചോദ്യം വരാം, എങ്ങനെ കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സങ്കല്പ കഥയാണ്. ഈ പുരുഷാദേവമ്മ, അതിനുശേഷം ഈ പുരുഷാദേവമ്മ കൗമാരം കടക്കുന്നു. അവളുടെ ഓരോ കാലഘട്ടവും ഈ പാട്ടിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവൾ കുമാരിയാകുന്നു, പിന്നീട് ഗർഭവതിയാകുന്നു. ഗർഭവതിയാകുന്നതിന് പറയുന്നത്, അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, പുരുഷന്മാരില്ലാത്ത നാട്ടിൽ എങ്ങനെ ഗർഭം ഉണ്ടാകുന്നു എന്നുള്ളത്. അത് പാട്ടിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, ഒരു സിംഹളക്കാറ്റ് വീശി അങ്ങനെ ഈ പുരുഷാദേവമ്മ ഗർഭവതിയായി എന്നാണ്. അതൊക്കെ സങ്കല്പത്തിന് വിടാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ സങ്കല്പങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പുരുഷാദേവി അമ്മ അവൾ അധികാരം ഏറ്റു തുടങ്ങിയതോടുകൂടി നാട്ടിൽ കോട്ട കെട്ടാൻ തീരുമാനിക്കുന്നു. വലിയൊരു കോട്ട കെട്ടി അവരുടെ വനിതാ സേനാധിപന്മാരൊക്കെ വനിതകളാണ്, സൈന്യം വനിതകളാണ്, അവരെല്ലാം സമ്പൂർണമായ അഭ്യാസികളാണ്. അങ്ങനെ 4 ചുറ്റും കോട്ട കെട്ടി അവിടെ ഓരോ കോട്ടവാതിലിലും കാവൽ നിർത്തുന്നു. ആരും കടക്കാതെ അവരുടെ നാടിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കെ തൊട്ടപ്പുറത്ത് കൂവല്ലൂർ ദേശം, അവിടെ ഭരിക്കുന്ന രാജാവാണ് ചെമ്പൻമുടി മന്നൻ. ചെമ്പൻമുടി മന്നൻ കാശിയിലേക്ക് ഒരു തീർത്ഥയാത്ര പോകാൻ തീരുമാനിക്കുന്നു. കാശിയിലേക്ക് പോകണമെങ്കിൽ പെണ്ണരശു നാട് കടന്നു വേണം പോകാൻ. പെണ്ണരശു നാട് ഇപ്പോൾ നമുക്കറിയാം കോട്ട കെട്ടി തിരിച്ച നാടാണ്. അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല. അവിടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ രാജ്ഞിയുടെ അനുമതി വേണം, പുരുഷാദേവി അമ്മയുടെ അനുമതി വേണം. അങ്ങനെ ഇവിടെ നിന്നൊരു ദൂതനെ അയക്കുന്നു. ദൂതൻ ഇവിടെ വന്നിട്ട് ചെമ്പൻമുടി മന്നന് കാശിക്ക് പോകാൻ പുരുഷാദേവി അമ്മയുടെ പെണ്ണരശു നാട് തുറന്നു കൊടുക്കണമെന്നും അദ്ദേഹത്തിന് സഞ്ചരിച്ചു പോകണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ പുരുഷാദേവി അമ്മ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: നാട്ടിവാഴും വേന്തനവൻ നാരിമാർ ഇരിപ്പിടത്തിൽ നാടി വഴി കേട്ടിടവും ന്യായമോ. ഇങ്ങനെയാണ് പുരുഷാദേവി അമ്മ ദൂതനോട് മറുപടി പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ നാരിമാരുടെ സ്ഥലത്ത് കൂടി കടന്നു പോകാൻ ചോദിക്കുന്നത് ന്യായമോ എന്ന് മാത്രമല്ല, അവസാനം അഭ്യർത്ഥന മാനിച്ചിട്ട് ഒരു കാര്യം ചെയ്യൂ,
ചെമ്പൻമുടിക്ക് ഇതുവഴി കടന്നു പോകാം. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്. കുതിരയെ അഴിച്ച് ഇയാൾ നടന്നു പോണം. മെതിയടി ഊരി മാറ്റി വയ്ക്കണം. പടകളെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. യാതൊരു ആഭരണങ്ങളുമില്ലാതെ രാജാവല്ലാതെ സാധാരണ മനുഷ്യനായ അയാൾ നടന്നു പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനനുമതി. അതിന് വേണമെങ്കിൽ അനുവദിക്കാം, ഇല്ലെങ്കിൽ പൊയ്ക്കോ, ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്നു. ഇത് ചെമ്പൻമുടി മന്നന് വലിയൊരു അപമാനമായി മാറുന്നു. തിരിച്ച് വാർത്ത കേൾക്കുന്ന അയാൾ അപ്പൊ തന്നെ അനിയനുമായി ആലോചിച്ചിട്ട് ഈ പുരുഷാദേവിയമ്മയുടെ രാജ്യത്തെ വെണ്ണരശ് നാടിനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയാൾ വൻ പടയോടുകൂടി വീണ്ടും അഭ്യർത്ഥിക്കുന്നു, പക്ഷെ അനുവദിക്കുന്നില്ല. അങ്ങനെ വീണ്ടും അയാൾ വൻ പടയോടുകൂടി പുരുഷാദേവി അമ്മയുടെ പെണ്ണരശ് നാടിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഭയങ്കരമായ ആക്രമണം ഉണ്ടാകുന്നു. വലിയ പോരാട്ടം. ഈ രാജ്ഞിയും പുരുഷാദേവി അമ്മയും ഒക്കെ ചേർന്ന് അവരെ പ്രതിരോധിക്കുന്നു. വലിയ യുദ്ധം ഉണ്ടാവുന്നു. ഈ സമയത്ത് മനസ്സിലാക്കണം, പുരുഷാദേവി അമ്മ നിറഗർഭിണിയാണ്. നിറഗർഭിണിയായിരിക്കുകയാണ് അവൾ കുതിരപ്പുറത്ത് പോയി പോരാടുന്നത്. അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്നു. ചെമ്പൻമുടി മന്നന്റെ സകല സൈന്യവും പിറകോട്ടോടുന്നു. പേടിച്ച് പിറകോട്ടോടേണ്ട ഒരു സ്ഥിതി വരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാളുടെ ആജ്ഞയും പ്രേരണയും അനുസരിച്ചിട്ട് അവരുടെ ഒത്തുകൂടാൻ പറഞ്ഞ് അയാൾ വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ചെമ്പൻമുടി സൈന്യം പിന്മാറുന്ന അവസ്ഥയാണുള്ളത്. അവർ പേടിച്ചോടുന്ന അവസ്ഥയാണുള്ളത്. അവസാനം അവർ പിന്മാറി. എന്നാൽ അത് വെറും പിന്മാറ്റമല്ല. ചെമ്പൻമുടി വീണ്ടും യുദ്ധസന്നദ്ധനായി വീണ്ടും താമസിയാതെ വീണ്ടും പെണ്ണരശ് നാട്ടിലേക്ക് വരുന്നു. വരുമ്പോൾ കാടത്തി രാജാവ് എന്ന് പറയുന്ന കാടത്തി രാജാവും അവരുടെ സൈന്യവും കൂടി ചെമ്പൻമുടി സൈന്യത്തിനോടൊപ്പം ചേർന്നിട്ടാണ് പെണ്ണരശ് നാടിനെ ആക്രമിക്കുന്നത്. അതായത് രണ്ട് രാജാക്കന്മാർ. കാടത്തി രാജാവ് ഒരുപക്ഷെ നമ്മുടെ ഈ വനമേഖല, അഗസ്ത്യകൂട വനമേഖലയിലുള്ള മനുഷ്യരായിരിക്കും. അവർക്ക് രാജഭരണം പോലെ അവർക്ക് സ്വന്തമായി രാജ്യം ഒക്കെ ഉള്ള ഒരു കാലമാണ്. അവരും കൂടെ ചേർന്നിട്ടാണ് പിന്നീട് പെണ്ണരശ് നാട്ടിലേക്ക് ആക്രമണം വരുന്നത്. ഈ സമയം നമ്മുടെ പെണ്ണരശ് നാട്ടിലെ ഭരണാധികാരി സൈന്യവും ഒക്കെ തളരാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ പുരുഷാദേവി അമ്മ അതിധീരയായി അവളൊരു കുതിരപ്പുറത്ത് കയറി ചെമ്പൻമുടി മന്നനെ നേരിട്ട് എതിരിടാൻ തുടങ്ങും. നേരിട്ട് എതിരിടുന്ന പറഞ്ഞാൽ വാൾപ്പയറ്റിൽ പരസ്പരം പയറ്റുന്നു, ഭയങ്കരമായ യുദ്ധം ചെയ്യുന്നു. അവസാനം ചെമ്പൻമുടി മന്നന്റെ കിരീടത്തെ തെറിപ്പിക്കുന്നു. തിരിച്ചതുപോലെ ആക്രമണം ഉണ്ടാവുന്നു. പക്ഷെ ഭയങ്കരമായി ചെമ്പൻമുടി മന്നൻ വളഞ്ഞ് ഒരുപാട് സൈന്യം വളഞ്ഞ് ഇവളെ കൊല്ലുമെന്ന ഘട്ടമാകുമ്പോൾ പുരുഷാദേവി അമ്മ അതിധീരവും അതിഭയങ്കരവുമായ ഒരു കർത്തവ്യം, ഒരു കാര്യം പടക്കളത്തിൽ വെച്ച് ചെയ്യുകയാണ്. അവൾ തൻ്റെ നിറവയർ വാളുകൊണ്ട് കീറി അതിനകത്തുനിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് ചെമ്പൻമുടി മന്നന്റെ മുഖത്തിന് നേരെ എറിയുന്നു. ആലോചിച്ചു. അതിൽ പാട്ടിൽ പറയുന്നത് പാള കീറിയതുപോലെ വയറ് കീറി എന്നാണ്. നമുക്ക് ആ പാള കീറുന്ന ശബ്ദം ആ പാട്ട് വായിച്ചു പോകുമ്പോൾ ഫീൽ ചെയ്യും. അതൊരു പക്ഷെ നാടൻ പാട്ടുകളുടെയൊക്കെ ഒരു തെക്കൻ പാട്ടുകളുടെ പ്രത്യേകത. നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടുപോകുന്ന ധാരാളം വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഈ പാട്ടിനകത്ത് കാണാം. ഇങ്ങനെ പാള കീറി പോലെ കീറി കുഞ്ഞിനെ, ഭ്രൂണത്തിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് ചെമ്പൻമുടി മന്നന്റെ മുഖത്തിന് നേരെ എറിയുന്നു. ഇത്ര നേരം അതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇവർ മരിച്ചു വീഴുന്നു. അത്ര നേരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ചെമ്പൻമുടി മന്നനും അതുപോലെ ഭയങ്കരമായ വിഷമത്തിൽപ്പെടുന്നു. കാരണം ഇത് ഒരു സത്യം നിലനിൽക്കുന്ന കാലത്ത് നടക്കുന്ന യുദ്ധമാണ്. അല്ലെങ്കിൽ ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനുമൊക്കെ വിലയുണ്ടെന്ന് കൽപ്പിക്കുന്ന ഒരു കാലത്താണ് യുദ്ധം നടക്കുന്നത്. അവിടെ ഒരു കുട്ടി കൊല്ലപ്പെടാനിടയായി, ഒരു സ്ത്രീ താൻ കാരണം കൊല്ലപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ട് താനാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് കണ്ടിട്ട് ചെമ്പൻമുടി മന്നൻ ആത്മഹത്യ ചെയ്യുന്നത്. വെറും ആത്മഹത്യയല്ല ചെയ്യുന്നത്. അയാളൊരു വാൾ നിലത്ത് കുത്തിയിട്ട് ആ വാളിന്റെ മുനയിലേക്ക് ഉയരത്തിൽ നിന്ന് പാടെ ചാടി നെഞ്ചിൽ കുത്തിയിറക്കി അതിഭീകരമായ രീതിയിലാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അത്രയും വലിയൊരു പാതകം താൻ ചെയ്തതായി ചെമ്പൻമുടി മന്നന് ഫീൽ ചെയ്യുകയും അയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, അവരോടൊപ്പം പൊരുതിയിരുന്ന കാടത്തി രാജാവും ഇതുപോലെ വ്യസനം കൊണ്ട് അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്യണം. അങ്ങനെ 3 പേർ പടക്കളത്തിൽ 3 ധീരർ മരിച്ചു. 1 പുരുഷാദേവി അമ്മ, 2 ചെമ്പൻമുടി മന്നൻ, 3ാമത് കാടത്തി രാജാവ്. ഇങ്ങനെ 3 പേരും മരിക്കുകയും അതിനുശേഷമാണ് ഇവർ പിന്നീട് ദൈവങ്ങളായി വാഴ്ത്തപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പിന്നീട് ഈ തെക്കൻ പാട്ടുകളൊക്കെ മിക്കവാറും പാട്ടുകൾ അവസാനിക്കുന്നത് ഈ കൊല്ലപ്പെടുന്നവർ അല്ലെങ്കിൽ മരിക്കുന്നവർ ഇവരൊക്കെ ശിവന്റെ സന്നിധിയിലെത്തുന്നു. ശിവൻ അവർക്ക്
ദേവപദവികൾ നൽകുന്നു. അങ്ങനെ ശിവന്റെ സന്നിധിയിലെത്തി 3 പേരും എത്തുമ്പോൾ അവരോട് തീയിൽ അഗ്നിശുദ്ധി കഴിഞ്ഞ് വരാൻ പറയുന്നു. അങ്ങനെ അവർ അഗ്നിശുദ്ധി ചെയ്ത് വരുമ്പോൾ 3 പേരെയും 3 യക്ഷികളായി 3 സ്ഥലങ്ങളിൽ ഉറപ്പിക്കുന്നു. പുരുഷാദേവി അമ്മയ്ക്ക് ആട്ടുകാരെ ഇശക്കി, ഇശക്കി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ തെക്കൻ തമിഴ് ഭാഷയിൽ ഇശക്കി എന്ന് പറയുന്ന യക്ഷിയാണ്. ആട്ടുകാരെ ഇശക്കി എന്നും ചെമ്പൻ മുടിമന്നന് ധീരൻ ചെങ്കിടക്കാരൻ എന്നും കാടത്തി രാജാവിന് കഴുക്കാരൻ എന്നും പേര് നൽകി ശിവൻ അവരെ ദൈവങ്ങളായി ദേവതകളായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അവർ കാലാകാലം ദേവതകളായി മാറുന്നു. താഴാക്കുടി, കാട്ടുവിള, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ, ഇതെല്ലാം കന്യാകുമാരി ജില്ലയിലും നാഗർകോവിലിന് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ കഥ ഉത്ഭവിച്ചതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആ സ്ഥലങ്ങളിൽ പുരുഷാദേവി അമ്മയുടെ 3 ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. നോക്കൂ, ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രസക്തി എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു കാലം 21 നൂറ്റാണ്ടിൻ്റെ ആദ്യ കാൽ നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നിപ്പോൾ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം ഇതിനു വേണ്ടി ഇന്നും പടപൊരുതുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് 500-600 വർഷം മുമ്പ് നിലനിന്ന പൂർണ്ണമായി സ്ത്രീകൾ ഭരിച്ച ഒരു രാജ്യത്തെ, ഒരുപക്ഷെ അത് സങ്കല്പത്തിൽ നിന്നതാവാം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഉണ്ടായിരുന്നതാവാം, പക്ഷെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാട്ട്. അല്ലെങ്കിൽ മനുഷ്യർ അങ്ങനെ ഒരു രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ തെളിവാണ് ഈ പാട്ട്. അല്ലെങ്കിൽ സ്ത്രീകളെ ഭരണാധികാരികളായി കണ്ടതിൻ്റെ തെളിവാണ് ഈ പാട്ട്. നിങ്ങൾക്ക് കോതറാണിയുടെ കഥ അറിയാം, അതുപോലെ ഉമയമ്മ റാണിയുടെ കഥ അറിയാം. ഇവരൊക്കെ ധീരരായ, ചരിത്രത്തിലും മിത്തുകളിലും ഒക്കെ ജീവിക്കും. ചരിത്രത്തിലുള്ളവരും ഒരുപക്ഷെ കോതറാണി മിത്തിലാവാം, പക്ഷെ അങ്ങനെയും മനുഷ്യന്റെ സങ്കല്പത്തിലും യാഥാർത്ഥ്യത്തിലും വനിതകൾ ഭരണാധികാരികളായിരുന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് പുരുഷാദേവി അമ്മ പാട്ട്. അത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കുറച്ച്, ഒരുപക്ഷെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ് പുരുഷാദേവി അമ്മ പാട്ട്. ഇങ്ങനെയുള്ള അസംഖ്യം പാട്ടുകളുടെ കലവറയാണ് തെക്കൻ തിരുവിതാംകൂർ. അതിലെ മറ്റു പാട്ടുകളിലേക്ക് കൂടി നമുക്ക് പിന്നീട് പ്രവേശിക്കാമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.